ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളായ സെക്ഷൻ ഓഫ് സോളിഡ്സ് ആണ്. ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് സോളിഡിനെ സെക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ദെൻ സെക്ഷൻ ചെയ്ത സോളിഡിന്റെ ഡെവലപ്ഡ് സർഫസ് എങ്ങനെ വരയ്ക്കാമെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് സെക്ഷനെ കുറിച്ചാണ്. സെക്ഷൻ ഓഫ് എ സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് സോളിഡിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിവൺ സോളിഡുകളെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ അതിന് പ്രധാനപ്പെട്ട ഒരു 5 കേസുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5 എന്നിങ്ങനെ 5 കേസായിട്ട് നമുക്ക് പഠിക്കാം. ഇതിലേതെങ്കിലും ഒരു കേസാണ് സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സെക്ഷൻ ചെയ്യേണ്ട സോളിഡുകൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സോളിഡുകൾ തന്നെയാണ് എല്ലാ പ്രിസങ്ങളും പിരമിഡുകളും ഇൻക്ലൂഡിംഗ് കോൺ ആൻഡ് സിലിണ്ടർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ സോളിഡിനെ പറയുന്ന പ്രകാരം കട്ട് ചെയ്തതിന് ശേഷം സോളിഡിന്റെ ബോട്ടം പോർഷനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ടോപ്പ് പോർഷനെ റിമൂവ് ചെയ്ത് മാറ്റി കളയുക. ആ ബോട്ടം പോർഷനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് ആ ബോട്ടം പോർഷന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ സോളിഡ് എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എന്ന രീതിയിൽ അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സെക്ഷന്റെ എല്ലാ പ്രോബ്ലവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോളിഡിന്റെ ടോപ്പ് വ്യൂ എപ്പോഴും എക്സ് ലൈനിന്റെ താഴെ ആയിരിക്കും, ഫ്രണ്ട് വ്യൂ എപ്പോഴും എക്സ് ലൈനിന്റെ മുകളിലുമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക. പിന്നെ സോളിഡ് വേണമെങ്കിൽ HP-യുടെ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്തിരിക്കാം അതിന്റെ ബേസിൽ, അല്ലെങ്കിൽ സോളിഡ് VP-യുടെ പ്ലെയിനിൽ അതിന്റെ ബേസിൽ റെസ്റ്റ് ചെയ്തിരിക്കാം. ഇങ്ങനെ 2 രീതിയിലായിരിക്കും സാധാരണ സോളിഡുകൾ ഇരിക്കുക. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം സോളിഡിന്റെ ഡ്രോയിങ്സ് വരച്ചു തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സോളിഡിന്റെ സിമ്പിൾ പൊസിഷൻ എന്താണ് എന്നുള്ളത് വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് തെറ്റിച്ച് കളയരുത്, എല്ലാവരും കൃത്യമായിട്ട് അത് വരച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ സെക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരച്ച് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കൂ. സാധാരണ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുക, ഏതെങ്കിലും ഒരു സോളിഡിനെ നമ്മൾ സെക്ഷൻ ചെയ്തതിന് ശേഷം അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷം അതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കാനോ അതല്ലെങ്കിൽ സെക്ഷൻ ചെയ്തിരിക്കുന്ന സോളിഡിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എല്ലാം വരച്ചതിന് ശേഷം അതിന്റെ ഡെവലപ്മെന്റ് സർഫസ് എന്താണ് എന്നുള്ളത് വരയ്ക്കാനാണ് സാധാരണ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരേ സമയം ട്രൂ ഷേപ്പ് വരച്ചതിന് ശേഷം ഡെവലപ്മെന്റ് വരയ്ക്കാനായിട്ട് സാധാരണ ചോദിക്കാറില്ല. ക്വസ്റ്റ്യൻ സെക്ഷൻ ചെയ്തതിന് ശേഷം ട്രൂ ഷേപ്പ് വരയ്ക്കുക അല്ലെങ്കിൽ സെക്ഷൻ ചെയ്തതിന് ശേഷം ഡെവലപ്മെന്റ് വരയ്ക്കുക, ഇതാണ് ചോദിക്കാറുള്ളത്. ഇനി നേരെ തിരിച്ചും വരാറുണ്ട്. ട്രൂ ഷേപ്പ് വരച്ചതിൽ നിന്ന് സോളിഡിനെ സെക്ഷൻ ചെയ്ത ഡ്രോയിങ്സ് ആയ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് കാണിക്കുക. ഡെവലപ്ഡ് സർഫസ് വരച്ചതിൽ നിന്ന് സോളിഡിന്റെ സെക്ഷൻ ചെയ്ത ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് കാണിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യനും റിവേഴ്സ് ഡയറക്ഷനിലും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ട്രൂ ഷേപ്പ്, എന്താണ് ഡെവലപ്ഡ് സർഫസ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തുള്ള പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സോളിഡിനെ എങ്ങനെയെല്ലാമാണ് നമുക്ക് സെക്ഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു 5 കേസ് ഉണ്ട്. 5 കേസിൽ പ്രകാരമാണ് നമ്മൾ സാധാരണ സോളിഡിനെ സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ സെക്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കുന്നത് കട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കട്ടിംഗ് പ്ലെയിൻ. ഞാനിപ്പോൾ ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ബോണ്ട് പേപ്പറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് ഒരു കട്ടിംഗ് പ്ലെയിനിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. ഇതിന്റെ ഈ എഡ്ജുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റാണ്. ഞാൻ ഈ ബുക്ക് നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റാണിത്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത് വെർട്ടിക്കൽ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഞാനൊരു സോളിഡിനെ എടുത്ത് വെക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഹെക്സഗണൽ പ്രിസമാണ്. ഇതിപ്പോൾ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ആണ്, ഓൺ HP. ഓക്കെ, എനിക്ക് ഹെക്സഗണൽ പ്രിസത്തെ ഈ ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെല്ലാമാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് വേണമെങ്കിൽ ഈ കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് നേരെ മുകളിൽ നിന്ന് രണ്ടായിട്ട് നേരെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തരണം. ഈസി ആയിട്ട് നമുക്ക് ടോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് നേരെ താഴേക്ക് പോകും. ഓക്കെ, അങ്ങനെ ഒരു രീതി കട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് നമ്മളൊരു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്
കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക എഡ്ജാണ്. ഒരിക്കലും ഫേസ് കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എപ്പോഴും ഇങ്ങനെ എഡ്ജ് ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നുകൊണ്ട് പറയാം അല്ലേ. ഈ കട്ടിങ്ങിന് നമുക്ക് വേണം പറയാം കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് കട്ടിംഗ് പ്ലെയിൻ്റെ സർഫസ് പുറകിലുള്ള വെർട്ടിക്കൽ പ്ലെയിനിനോട് പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പാരലൽ ടു ദി വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും കട്ടിംഗ് പ്ലെയിനിനെ കാണുന്നത് എന്തായിട്ടാണ്? ഇൻ അവർ ടോപ്പ് വ്യൂ. ഇവിടെ ടോപ്പ് വ്യൂവിൽ നമുക്ക് കട്ടിംഗ് പ്ലെയിനെ കാണാൻ സാധിക്കുന്നത് ഒരു ലൈനായിട്ടാണ് അല്ലേ. ഈ പ്ലെയിനിനെ എക്സാക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. നമ്മൾ ഫ്രണ്ട് ഇവിടെ വി പിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിനെ കാണാം. പക്ഷെ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ കട്ടിംഗ് പ്ലെയിനെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു എക്സാക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ലൈനായിട്ടാണ്. ഈ ടോപ്പിലെ എഡ്ജ് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിംഗ് പ്ലെയിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ എൻറ്റയർ ഡ്രോയിങ്സിൽ നമ്മൾ കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കുന്നത് ലൈനായിട്ടാണ് കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കുന്നത്. അപ്പോൾ കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ കട്ടിംഗ് പ്ലെയിനെ നമ്മൾ ഡ്രോയിങ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് ഏത് വ്യൂവിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആ വ്യൂവിൽ വേണം നമ്മൾ കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കുന്നത് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കാം. കട്ടിംഗ് പ്ലെയിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് എക്സാക്റ്റ് നമ്മുടെ ആക്സിസ് ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെയാണ് കട്ടിംഗ് പ്ലെയിൻ ലൈൻ വരയ്ക്കുക. ഒരു വലിയ ലൈൻ, ഒരു ചെറിയ ലൈൻ, ഒരു വലുത്, ഒരു ചെറുത് എന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. ശരിക്കും നമ്മൾ ഓർക്കുക 6 mm ലൈനും 2 mm ലൈനുമാണ് വരയ്ക്കേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ പറയുകയാണ്, വലുത് ചെറുത് എന്ന ലൈൻ രീതിയിൽ ഒരു ആക്സിസിൻ്റെ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതുപോലെ വരയ്ക്കുക. ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ 2 എൻഡിലും കാണുന്ന വലിയ ലൈനുകളെ നമ്മൾ അല്പം ബോൾഡാക്കുക, കുറച്ച് കട്ടിയാക്കുക. കട്ടിംഗ് പ്ലെയിൻ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ 2 എൻഡിലെയുള്ള ലൈനുകളെ അല്പം ഡാർക്കാക്കുക. ദെൻ അടുത്തത് ചെയ്യേണ്ടത് ഈ കട്ടിംഗ് പ്ലെയിൻ ലൈൻ ഏത് പ്ലെയിനിനോടാണോ പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നത്, അപ്പോൾ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കട്ടിംഗ് പ്ലെയിൻ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ 2 ബോൾഡാക്കിയ പോർഷനിൽ ഈ കട്ടിംഗ് പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. അതായത് നോക്കിക്കേ, കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ വി പി പ്ലെയിനോടാണ് പെർപെൻഡിക്കുലർ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കട്ടിംഗ് പ്ലെയിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് വ്യൂവിലല്ലേ. വെർട്ടിക്കൽ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്ന ഈ പ്ലെയിനിൻ്റെ എഡ്ജിനെ അല്ലെങ്കിൽ ലൈനിനെ കാണാൻ, ഇത് ഈ പ്ലെയിനെ ലൈനായിട്ട് കാണണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാലേ നമുക്ക് ലൈനായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന ലൈനാണ് ഈ വരച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ലൈനിനെ നമുക്ക് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ വരച്ച് ആരോ കൊടുക്കുക. നിങ്ങൾ ആരോ കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ എഴുതി വയ്ക്കാം, ദിസ് ഈസ് വി, ദിസ് ഈസ് ടി, ദറ്റ് മീൻസ് വെർട്ടിക്കൽ ട്രേസ് ഓഫ് ദ ലൈൻ. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോൾ കട്ടിംഗ് ലൈൻ കാണപ്പെട്ടത് XY ലൈനിൻ്റെ മുകളിലായിരുന്നു അല്ലേ. ഓക്കെ, നമുക്ക് XY ലൈൻ വരയ്ക്കാം. ദിസ് ഈസ് XY ലൈൻ. XY ലൈനിൻ്റെ മുകളിലാണ്. ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ ഇരുന്നതെങ്കിൽ നമുക്ക് കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ടാണ് കാണുന്നത്. ആ ലൈനാണ് വരച്ചിരിക്കുന്നത്. ആ ലൈൻ കാണപ്പെടുന്നത് XY ലൈനിൻ്റെ മുകളിലാണ്. സോ XY ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ ലൈൻ വരച്ചത്. ഈ ലൈനിനെ ഇങ്ങനെ വരച്ചതിന് ശേഷം VT എന്ന് എഴുതണം. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ ട്രേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹെക്സഗണിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഹെക്സഗണിനെ നമ്മൾ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു അല്ലേ. ദാറ്റ് മീൻസ് കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് പാരലൽ ടു VP ആയിരുന്നു അല്ലേ. അപ്പോൾ കട്ടിംഗ് പ്ലെയിനെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഒരു ലൈനായിട്ട് കാണാൻ പറ്റുന്നത് ടോപ്പ് വ്യൂവിലാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന XY ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്രയും ഡിസ്റ്റൻസ് മുൻപിലായിട്ടാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ്റെ ലൈനിനെ കാണുന്നത്. അപ്പോൾ അത് വരയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഈ പറയുന്ന XY ലൈൻ, ഇപ്പോൾ ഈ ഫിഗർ അല്ല കേട്ടോ, ഇനിയിപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് താഴെയാണ് അല്ലേ. XY ലൈനിൻ്റെ മുൻപിലായിട്ടാണ് നമ്മളിപ്പോൾ കട്ടിംഗ് ലൈനെ കാണുന്നതെങ്കിൽ വീണ്ടും നമ്മൾ എങ്ങനെ കട്ടിംഗ് ലൈനെ വരയ്ക്കും? ഇങ്ങനെ വലുത് ചെറുത് വലുത് ചെറുത് വലുത് ചെറുത് എന്ന രീതിയിൽ വരയ്ക്കുക. ദെൻ അവസാനം 2 എൻഡ് നമ്മൾ ഡാർക്കൻ ചെയ്യുക. 2 എൻഡ് ഭാഗം നമ്മൾ HBയുടെ പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുക. അല്ല, ശ്രദ്ധിക്കുക, മുകളിൽ നിന്നല്ല, ശ്രദ്ധിക്കണം, താഴെ നിന്ന് വേണം നമ്മൾ മുകളിലേക്ക് വരയ്ക്കാൻ. ദാറ്റ് മീൻസ് ഇത് നമുക്ക് കൊടുക്കേണ്ടത് HT എന്നാണ്. ബിക്കോസ് ഇവിടെ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണല്ലേ. അതാ ഇപ്പോൾ കണ്ടോ,
കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഹൊറിസോണ്ടൽ. അപ്പോൾ നമ്മൾ ഈ കട്ടിംഗ് പ്ലെയിനെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു ലൈനായിട്ടല്ലേ. ഈ ലൈനെ നമ്മൾ വരയ്ക്കുന്നത് എവിടെയാണ്? ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എക്സ് വൈയുടെ മുമ്പിലല്ലേ. അതാണ് നമ്മളിവിടെ എക്സ് വൈയുടെ മുമ്പിലേക്ക് വരച്ചേക്കുന്നത്. ദെൻ എച്ച് ടി എന്ന് എഴുതി ബിക്കോസ് ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പോൾ ഇവിടെയാണ് ഞാൻ രണ്ട് കേസുകൾ പറയുന്നത്. കേസ് 1 ആൻഡ് കേസ് 2 ഇപ്പോൾ ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇത് ഈ പോർഷൻ ഇല്ല, ഈ പോർഷൻ മാത്രം ഉണ്ടെങ്കിൽ ഇത് കേസ് 1, ഇത്രയും പോർഷൻ മാത്രം ഉള്ളെങ്കിൽ അത് കേസ് 2. ഓക്കെ, നമുക്കിനി കേസ് 1 എന്താണെന്ന് മനസ്സിലാക്കാം. സെക്ഷൻ പ്ലെയിനിലെ കേസ് 1 എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഹെക്സാഗണൽ പുസ്തകത്തെ എടുത്ത് എച്ച് പി പ്ലെയിനിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് എച്ച് പിയിൽ അതിരിക്കുന്നത്, ഗിവൺ സോളിഡ്. ഈ സോളിഡിനെ ഞാൻ കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കട്ടിംഗ് പ്ലെയിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് cutting plane is perpendicular to the VP and parallel to the HP എന്ന രീതിയിലാണ് കണ്ടീഷൻ. അപ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുമ്പോൾ കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ തുടങ്ങുക അല്ലേ. സോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പുറത്തോടെ വരും. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ കട്ടിംഗ് പ്ലെയിൻ്റെ മുകളിൽ വരുന്ന ഇത്രയും ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ടുള്ള, ആ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യും. ബാക്കി താഴെ വരുന്ന റിമൈനിങ് ഇത്രയും പോർഷൻ, ഈ ബോട്ടം പോർഷനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ബോട്ടം പോർഷൻ്റെ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ചെയ്ത സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ എന്താണ്, ടോപ്പ് വ്യൂ എന്താണെന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിംഗ് പ്ലെയിനിനെ നമ്മൾ ലൈനായിട്ട് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. അതുകൊണ്ട് കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് കാണാൻ സാധിക്കുന്നത് ഫ്രണ്ട് വ്യൂവിലായതുകൊണ്ട് നമ്മൾ പഠിച്ചത് കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് മാത്രം റെപ്രസെൻറ്റ് ചെയ്യാനാണ് പഠിച്ചിട്ടുള്ളതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂവിൽ മാത്രം കട്ടിംഗ് പ്ലെയിനെ വരച്ച് കാണിക്കുക. ഓക്കെ, അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ സെക്ഷൻ ലൈൻ നമ്മൾ ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കട്ടിംഗ് പ്ലെയിൻ വി പിയിലാണെന്നുണ്ടെങ്കിൽ ലൈനായിട്ട് കാണാൻ പറ്റുന്നത് എക്സ് വൈ ലൈൻ്റെ മുകളിലായിട്ടല്ലേ, ഫ്രണ്ട് വ്യൂവിലല്ലേ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കട്ടിംഗ് ലൈനെ വരച്ച് കാണിച്ചു. കട്ടിംഗ് ലൈൻ ഷുഡ് ബി പാരലൽ ടു ദ എക്സ് വൈ ആയിരിക്കണം. അതിനുശേഷം കട്ടിംഗ് ലൈൻ വരച്ച ശേഷം അതിൻ്റെ എൻഡ് പോയിന്റ് നമ്മൾ ഡാർക്കൻ ചെയ്തു. അവിടെ VT എന്ന് എഴുതി ബിക്കോസ് ദിസ് കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ VP. VPയുടെ പെർപെൻഡിക്കുലർ എങ്കിൽ കട്ടിങ്ങിൻ്റെ ലൈൻ്റെ നെയിം VT എന്ന് വേണം കൊടുക്കാൻ. സോ ഇതിന് ശേഷം നമ്മൾ ഇവിടെ ആയിരിക്കും കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഗിവൺ സോളിഡിൻ്റെ ബോട്ടം പോർഷൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. എക്സ് വൈ ലൈൻ്റെ താഴെ വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ ആണ്. ആ ടോപ്പ് വ്യൂ നമ്മൾ എന്ത് വിളിക്കും, സെക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ടോപ്പ് വ്യൂ, ദാറ്റ് ഈസ് സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇനി നമുക്കറിയേണ്ടത് കേസ് 2 എങ്ങനെയാണെന്നുള്ളതാണ്. കേസ് 2വിൻ്റെ കണ്ടീഷൻ ഇതാണ്: കട്ടിംഗ് പ്ലെയിൻ അല്ലെങ്കിൽ സെക്ഷൻ പ്ലെയിൻ ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, പാരലൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP. അപ്പോൾ കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് കാണാൻ പറ്റുന്ന ഏത് വ്യൂവിലാണ്? അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന മനസ്സിലാകും, ടോപ്പ് വ്യൂവിലാണ് കട്ടിംഗ് പ്ലെയിൻ ഒരു ലൈനായിട്ട് കാണപ്പെടുന്നത് അല്ലേ. സോ അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് എവിടെയാണ്? ടോപ്പ് വ്യൂവിലാണ് കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈനിൻ്റെ അവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് താഴെ ആയിട്ട് വേണം നിങ്ങൾ കട്ടിംഗ് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു, അതിൻ്റെ താഴെയായിട്ട് കട്ടിംഗ് ലൈനെ വരച്ച് കാണിച്ചു. കട്ടിംഗ് ലൈനെ വരച്ച് കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ HTA എന്ന് നമ്മൾ നെയിമിംഗ് കൊടുത്തു. കാരണം കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP ആയതുകൊണ്ടാണ് നമ്മളതിനെ HT എന്ന് പേര് കൊടുത്തത്. നമുക്കതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാവാം HT ആണോ VT ആണോ എന്നുള്ളത്. നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് കട്ടിംഗ് പ്ലെയിൻ എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി അതിൻ്റെ മുകളിൽ എക്സ് വൈ ലൈൻ്റെ മുകളിൽ വരുന്നതായിരിക്കും സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഇത് സെക്ഷണൽ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്ന് സിംപ്ലി പറയാതെ അതിൻ്റെ കൂടെ ഒരു സെക്ഷണൽ എന്ന വേർഡും കൂടെ ചേർക്കുക, സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആയതുകൊണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് കേസ് 3 രീതിയിൽ, കേസ് 3 പ്രോബ്ലമാണ്. ഇതിൽ കട്ടിംഗ് പ്ലെയിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക: സെക്ഷൻ പ്ലെയിൻ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗിവൺ സോൾഡാണ്. ഈ സോൾഡിനെ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ HP യിലിരിക്കുന്ന ഗിവൺ സോൾഡാണ്. ഈ സോൾഡിനെ കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനോട് ഇൻക്ലൈൻഡ് ആയിട്ടും എന്നാൽ VPയോട് പെർപെൻഡിക്കുലർ എന്ന രീതിയിലുമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ വരിക. കട്ടിംഗ് പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ,
ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെയാണ്, ചെരിച്ചാണ് കട്ട് ചെയ്യുക. അപ്പോൾ HP പ്ലെയിനോട് ഇൻക്ലൈൻഡ് ആയിട്ടും എന്നാൽ VPയുടെ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുമായിരിക്കും കട്ടിംഗ് പ്ലെയിൻ ഇരിക്കുക. ഓക്കെ, സോ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് ടു HP എന്ന ഈ കണ്ടീഷനാണ് കേസ് 3 ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ കട്ടിംഗ് പ്ലെയിനെ ലൈനായിട്ട് കാണുന്നത് ഫ്രണ്ട് വ്യൂവിലാണെന്ന് അറിയാലോ. ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ലൈൻ XYയോട് ചെരിഞ്ഞിരിക്കുന്നതായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്, ബിക്കോസ് ദിസ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു HP ആയതുകൊണ്ട്. സോ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ ലൈൻ XY ലൈൻ വരച്ചു. ദെൻ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കണ്ടിട്ടുള്ള സെക്ഷൻ ലൈൻ XYക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ചെരിച്ച് വരയ്ക്കുക. ദെൻ ലൈനിന് VT എന്ന് പേര് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, കട്ടിംഗ് ലൈൻ ഓർ സെക്ഷൻ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് ടു XY ആണ് ഈ ഒരു കേസ് 3യിൽ വരിക. ഓക്കെ, സിമിലർലി കേസ് 4 ആകുമ്പോൾ, ഇതേ കേസ് 4 ആകുമ്പോൾ എന്ത് സംഭവിക്കും? കേസ് 4ന്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആണ്. സെക്ഷൻ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ് ടു VPയോട് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കും. പെർപെൻഡിക്കുലർ ടു HP, ഹൊറിസോണ്ടൽ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. ഇതാണ് കണ്ടീഷൻ അല്ലേ. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് ടു ദ വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു HP. ഇങ്ങനെ ഇരിക്കുമ്പോൾ സെക്ഷൻ പ്ലെയിനെ ലൈനായിട്ട് കാണുന്ന ഏത് വ്യൂവിലാണ്? ടോപ്പ് വ്യൂവിലാണ്. അപ്പോൾ നമ്മൾ എവിടെ വരയ്ക്കണം? ഹൊറിസോണ്ടൽ XY ലൈനിന്റെ താഴെയായിട്ട് വേണം ഈ ലൈനെ ചെരിച്ച് വരയ്ക്കാനായിട്ട്. സോ നമ്മൾ കേസ് 4ൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. XY ലൈൻ വരച്ചു. XY ലൈനിന്റെ താഴെയായിട്ട് ടോപ്പ് വ്യൂവിൽ കാണുന്ന ലൈനിനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. HT എന്ന് പേര് കൊടുത്തു. ലൈൻ HPക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. ദെൻ ഇതിന്റെ മുകളിൽ വരയ്ക്കുന്ന XY ലൈനിന്റെ മുകളിൽ വരയ്ക്കുന്ന ആ വ്യൂ എന്തായിരിക്കും? സെക്ഷൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആയിരിക്കും. താഴെ വരയ്ക്കേണ്ടത് സെക്ഷൻ ചെയ്തിട്ടുള്ള ടോപ്പ് വ്യൂ ആയിരിക്കും, കട്ട് ചെയ്തതിന് ശേഷമുള്ള ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഇനി നമുക്ക് പഠിക്കേണ്ടത് കേസ് 5 ആണ്. കേസ് 5 അത്ര ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നിലവിൽ ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ആ കേസ് കൂടെ ഒന്ന് പറയാം. കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കേസ് 5ൽ നിന്ന് ചോദിച്ച് നിലവിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് കുറവാണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് കേസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ ഒരു സമയം ഒരു പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ രണ്ടാമത്തെ പ്ലെയിനിനോട് ഒന്നില്ലെങ്കിൽ അത് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള രീതിയിലുള്ള 4 കേസുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കേസ് 5ന്റെ പ്രത്യേകത, ഒരേ സമയം കട്ടിംഗ് പ്ലെയിൻ HPയോടും VPയോടും പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് കട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴും കട്ടിംഗ് പ്ലെയിനെ കാണുന്നത് ഒരു ലൈനായിട്ടാണ്. നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും കട്ടിംഗ് പ്ലെയിനെ കാണുന്നത് ഈ ഫ്രണ്ടിലെ ഈ എഡ്ജാണ് കാണുന്നത്. അപ്പോൾ അതും ലൈനാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ടോപ്പിൽ നിന്ന് നോക്കിയാലും കട്ടിംഗ് പ്ലെയിൻ ലൈനായിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ഇങ്ങനെ നെടുകെ നമ്മൾ മുകളിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഈ കേസിനെ വിളിക്കുന്ന പേരാണ് കേസ് 5 എന്ന് പറയുക. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത പോർഷൻ, ഇതിന്റെ ബോട്ടം പോർഷനും അല്ല ടോപ്പ് പോർഷനും അല്ല അല്ലെ, ഒരു ലെഫ്റ്റ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കാണുന്നു എന്നുള്ളത് വരച്ചു വയ്ക്കുന്നതാണ് ഇവിടെ ഈ കേസ് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തതിന്റെ സെക്ഷണൽ വ്യൂ വരച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അവിടെ വിളിക്കുന്ന പേര് സെക്ഷണൽ സൈഡ് വ്യൂ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ ഇടത് വശത്ത്, ഇവിടെ ഈ ഇടത് വശത്ത് നിന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ സെക്ഷണൽ സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് റൈറ്റ് സൈഡിലുള്ള ഒരു പ്ലെയിനിലായിരിക്കണം. ഇവിടെ നിലവിൽ അങ്ങനെ ഒരു പ്ലെയിൻ നമ്മൾ നിലവിൽ പഠിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഒരു മൂന്നാമതൊരു പ്ലെയിനും കൂടെ ഉണ്ട്. ഈ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ബുക്ക് എടുത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, താഴെയുള്ളത് HPയും ഫ്രണ്ടിൽ കാണപ്പെടുന്നത് VPയും ആണെങ്കിൽ ദെൻ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന ഈ പോർഷൻ ഇതായിരിക്കും നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുക. സോ ഇവിടെ സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ കാണപ്പെടുന്നത് ഈ പ്ലെയിനകത്തായിരിക്കും. സോ ഈ പ്ലെയിനിലാണ് നമ്മുടെ സൈഡ് വ്യൂ കാണപ്പെടുക. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന സൈഡ് വ്യൂവിന്റെ പേരായിരിക്കും സെക്ഷണൽ സൈഡ് വ്യൂ എന്ന് പറയുക. സോ ഈ കേസിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഗിവൺ സെക്ഷൻ പ്ലെയിനിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കി കണ്ട XY ലൈൻ വരച്ചു നമ്മൾ ആദ്യം. ദെൻ ടോപ്പ് വ്യൂവിൽ നോക്കി കണ്ട ലൈൻ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളത് ഇങ്ങനെയല്ല കട്ടിംഗ് പ്ലെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ലൈൻ ഇതായിരിക്കും കാണപ്പെടുക HT. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ട് വ്യൂ ലൈനും നമ്മൾ നോക്കുമ്പോൾ ഇതല്ലേ ഈ ഫ്രണ്ട് ലൈനല്ലേ കാണുന്നത് നമ്മൾ.
ഈ ലൈനിൽ കാണുന്നത്. സോ അത് ഇവിടെ വരയ്ക്കും. ദാറ്റ് ഈസ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സെക്ഷൻ പ്ലെയിനിന്റെ ഫ്രണ്ട് വ്യൂ ഇത്, ടോപ്പ് വ്യൂ ഇത്. ഇനി നമുക്ക് ഈ XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിന്റെ പേര് ZX ലൈൻ എന്നാണ്. ഈ XY ലൈനും ZX ലൈനും കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ മൂന്നാമത്തെ പ്ലെയിനായ പ്രൊഫൈൽ പ്ലെയിൻ. ഈ സ്പേസ് വെർട്ടിക്കൽ പ്ലെയിൻ, ഈ സ്പേസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ ഈ സ്പേസ് ആണ് പ്രൊഫൈൽ പ്ലെയിനിന്റെ സ്പേസ്. ഇവിടെയാണ് നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കേണ്ടത്. ഓക്കെ, അവിടെ വരയ്ക്കുന്ന സൈഡ് വ്യൂവിന്റെ പേരായിരിക്കും സെക്ഷണൽ സൈഡ് വ്യൂ. സോ ഇതാണ് 5 കേസുകൾ. അതിൽ ഈ കേസ് 5ന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ള 4 കേസുകൾ, കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, ഈ 4 കേസുകൾ അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മോഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യനുകളും നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ടു ഷേപ്പ് എന്താണെന്നും സെക്ഷൻ ചെയ്തതിനു ശേഷം ഡെവലപ്മെന്റ് വരയ്ക്കേണ്ട എങ്ങനെയാണെന്നും നമ്മളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് പറഞ്ഞു തരിക. അപ്പോൾ എല്ലാവർക്കും ഈ ഇത്രയും കേസുകൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേസ് 1 എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു HP. കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP ആണ്. കേസ് 2 എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആണ്. കേസ് 3 എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻഡ് ടു HP ആണ്. കേസ് 4 എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് ടു VP ആണ്. കേസ് 5 എന്ന് പറഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP ആസ് വെൽ ആസ് VP. ഓക്കെ, സോ എല്ലാവർക്കും ഇത്രയും കേസുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കേസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോ പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്യാം.